നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്നാണ് മാർച്ച് 6 റിയൽമി 12 പ്ലസ് 5G എന്ന ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. റിയൽമി 12 ഇറങ്ങിയിട്ടുണ്ട്. റിയൽമി 12 5G ഏകദേശം 15,000 രൂപയാണ്. റിയൽമി 12 പ്ലസിന് നമുക്ക് ഇൻട്രൊഡക്ടറി ഓഫർ ചേർത്ത് കൊണ്ട് 8128-ന് 18,999 രൂപയും, ഇനി ഓഫർ ചേർക്കാണ്ട് 21,000 രൂപയും. ഇനി ഓഫർ ചേർക്കാണ്ടുള്ള പ്രൈസാണ് 8,256-ന് ഓഫർ വരുന്നില്ല, 21,999 രൂപയുമാണ്. 128GB ഓഫർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ 256GB ഓഫർ കൊടുത്തിട്ടില്ല. ദാറ്റ് സീംസ് അൺഫെയർ. സോ നമുക്ക് വല്ല ബിഗ് ബില്യൺ സെയിലിനൊക്കെ നല്ല പടകൂറ്റനായിട്ട് ഇങ്ങനെ ചുട്ടപ്പം വിറ്റ് പോകുന്ന പോലെ ചിലപ്പോൾ 256 ഓഫറിന് വരാൻ സാധ്യതയുണ്ട്. 22,000 രൂപയാണ് ഇപ്പോൾ പ്രസൻറ്റ് പ്രൈസ്. ആ പ്രൈസിന് എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണെങ്കിലും 18,999, അതായത് 19,000 രൂപയ്ക്ക് ഫെയർലി പ്രൈസ്ഡ് ആണ് എന്നുള്ള രീതിയിൽ ഏകദേശം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫോണാണ്. പെട്ടീൻ്റെ അകത്ത് ഒരു A to C കേബിൾ വരുന്നുണ്ട്, TPU കേസ് വരുന്നുണ്ട്, 67 വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്, സിം ടൂളും വരുന്നുണ്ട് ഫോണിൻ്റെ ഒപ്പം. പിന്നെ ഒരു ചെറിയ പ്രൊട്ടക്റ്റീവ് സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് സ്റ്റിക്കറാണ്, പീൽ ഓഫ് ചെയ്തിട്ട് നല്ലൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ ശ്രമിക്കുക, കാരണം ഗൊറില്ല ഗ്ലാസിൻ്റെയോ അങ്ങനെയുള്ള പ്രൊട്ടക്ഷനൊന്നും വരുന്നില്ല. സോ ഇനി ഡിസൈനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സർക്കുലർ ക്യാമറ മൊഡ്യൂൾ നമ്മൾ റിയൽമിയുടെ ഇടക്കാലത്തായിട്ട് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ക്യാമറ മൊഡ്യൂൾ. 2 കളർ വേരിയൻസ് ആണ്, ഗ്രീനും വരുന്നുണ്ട്, ഒരു യെല്ലോയും വരുന്നുണ്ട്. അവരിട്ടിരിക്കുന്ന പേരെന്തോ ആണ്, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് പറയാൻ പോകുന്നത്. വീഗൻ ലെതറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. സോ പിടിക്കാൻ അത്യാവശ്യം സുഖമൊക്കെ ഉണ്ടാവും. ഫ്ലാറ്റ് ഫ്രെയിംസ് ആണ് വരുന്നത്, അലൂമിനിയം ഫ്രെയിമൊന്നും അല്ല. കണ്ടിട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ്. അത് കുറച്ച് ഗ്ലോസി ഫിനിഷാണ്. ഇപ്പോൾ ഫ്രെയിംസിൽ ഫിംഗർ പ്രിൻറ്റ് പതയും, പക്ഷേ ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് പതയത്തില്ല. 190 ഗ്രാമാണ് വെയിറ്റ്, 7.8 mm തിക്നെസ്. ഇൻഹാൻഡ് ഫീലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, ലൈറ്റ് വെയിറ്റ് ആണ്, തിന്നാണ്. ആൻഡ് 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് കിട്ടുന്നത്. ഒന്നെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇടാം, അല്ലെങ്കിൽ 2 സിം കാർഡ് മാത്രം ഇടാം. IP54 റേറ്റിംഗ് വരുന്നുണ്ട്. സോ സ്പ്ലാഷ് പ്രൂഫാണ്. മഴയത്തൊക്കെ വലിയ രീതിയിലൊന്നും കുഴപ്പമുണ്ടാവില്ല. വെള്ളത്തിൽ പിടിച്ച് മുക്കിയാൽ ചിലപ്പോൾ ഫോൺ അടിച്ച് പോകാൻ സാധ്യതയുണ്ട്. ഇനി ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം യൂട്യൂബ് ചാനലാണ്. ഞാനാണ് മറന്നത്. കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം, ഞാനാണ് മറന്നത്. ആൻഡ് നിങ്ങൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഡിസ്പ്ലേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചസിൻ്റെ ഫുൾ HD+ AMOLED സ്ക്രീനാണ്. 120 Hz റിഫ്രഷ് റേറ്റ്, 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്. റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് അഡാപ്റ്റീവ് ആണ്. ചില അഡാപ്റ്റീവിൽ ഇടുന്ന സമയത്ത് ചില ആപ്പുകൾ ലൈക്ക് ഇൻസ്റ്റഗ്രാം ഒന്നും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ. പിന്നെ ചില ആപ്പുകളിൽ നമുക്ക് 60 Hz കിട്ടുന്നുണ്ട്. പക്ഷേ ഹൈ റിഫ്രഷ് റേറ്റ് മോഡിൽ 120 Hz കോൺസ്റ്റൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നതിന് 2000 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അത് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. HDR10+ സപ്പോർട്ട് വരുന്നുണ്ട്. സോ HDR കണ്ടൻറ്റ് യൂട്യൂബിൽ മാത്രമേ സ്ട്രീം ചെയ്യാൻ പറ്റുന്നുള്ളൂ, നെറ്റ്ഫ്ലിക്സിൽ ഇതുവരെ വന്നിട്ടില്ല. യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾക്ക് ആ ഒരു 1% സ്ക്രീനിൻ്റെ ഭാഗം മാത്രം എത്തുന്ന ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം 1200 nits ആണ് നിങ്ങൾക്ക് ഹൈ ബ്രൈറ്റ്നസ് മോഡ്, അതായത് വെയിലത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബ്രൈറ്റ്നസ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബ്രൈറ്റ്നസ് സ്ലൈഡർ കൂട്ടുകയാണെങ്കിൽ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് 600 nits മാത്രമാണ് കിട്ടുന്നത്. റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്ന് പറയുന്ന ഫീച്ചർ വരുന്നുണ്ട്, അതായത് IP റേറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ചെറുതായിട്ടൊന്ന് വെള്ളം ആയാലും അല്ലെങ്കിൽ വിയർപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് സ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംവിധാനം വരുന്നുണ്ട്. 8 ബിറ്റിൻ്റെ പാനലാണ്. ഈവൻ തോ AMOLED പാനലാണെങ്കിലും 10 ബിറ്റിൻ്റെ 1 ബില്യൺ കളർ വരുന്ന പാനലല്ല, സാധാരണ പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഐ ഡോണ്ട് കെയർ, കാരണം 10 ബിറ്റ് ആണെങ്കിലും 8 ബിറ്റ് ആണെങ്കിലും നമുക്ക് ഐസ് കൊണ്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ലത്. സോ പ്രാക്ടിക്കലി ഇൻ ദ സെൻസ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 92% പുറത്ത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്, അതായത് ആ പഞ്ച് ഹോളും സൈഡിലുള്ള ബെസൽസും അത്യാവശ്യം രസമുണ്ട് കാണാൻ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഐ ക്യാച്ചിങ് ആണ്, അതായത് നല്ല ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നുന്നത്. TV റെയിൻലാൻഡിൻ്റെ ഐ കെയർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ക്രീൻ പ്രൊട്ടക്ഷനെ കുറിച്ച് യാതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ സ്ക്രീൻ ഗാർഡ് ഇട്ട് ഉപയോഗിക്കുക, കവറുകൾ ഇട്ട് ഉപയോഗിക്കുക എന്ന് മാത്രം പറയുന്നു. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, നല്ല കാര്യം. ഡോൾബീൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നില്ല, പക്ഷേ ഹൈ റെസിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സാധാരണഗതിയിലുള്ള ഒരു ഹാപ്റ്റിക്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. സോ ഹാപ്റ്റിക് വലിയൊരു വൈബ്രേഷൻ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല, സാധാരണ ഒരു വൈബ്രേറ്ററാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 4Gയും 5Gയും കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.2, ഡ്യുവൽ 4G വോൾട്ട്, ഡ്യുവൽ 5G വരുന്നുണ്ട്. ONRൻ്റെ സപ്പോർട്ട് വരുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ പെർഫോമൻസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ Dimensity 7050 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം മിഡ് റേഞ്ച് ക്യാപ്പബിൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ.
ചുറ്റുപാടിൽ ചില നോയ്സുകളുണ്ട്, അത് കടന്നു വരുന്നുണ്ടെങ്കിൽ സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു പരിസരത്ത് വന്നിട്ടുണ്ട്. ആൻഡ് LPDDR4X UFS 3.1 3.1-ന് LPDDR4X എന്താ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ 5 ആണ് വരാറുള്ളത്. എനിവേ 3.1 കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. 6 ലക്ഷത്തിൻ്റെ അപ്പുറത്ത് Antutu സ്കോർ വരുന്നുണ്ട്. സോ അത്യാവശ്യം ക്യാപ്പബിൾ ആണ്. 60 FPS മീഡിയം റേഞ്ച് ഗെയിമിങ് COD BGMI നമുക്ക് കളിക്കാൻ പറ്റും, വലിയ കുഴപ്പമില്ലാണ്ട്. ജെൻഷൻ ഇമ്പാക്റ്റ് ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, അതൊക്കെ കുറച്ച് ഹയർ ലെവൽ ഗെയിമാണ്. കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ജസ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ 92% ഏകദേശം ത്രോട്ട്ലിംഗ് സ്കോറൊക്കെയാണ് കിട്ടുന്നത്. CPU ത്രോട്ട്ലിംഗ് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് സാരം. 5000 mAh ബാറ്ററി, 67 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട്, അത് പെട്ടിയിൽ തന്നെ ചാർജർ വരുന്നുണ്ട്. ഏകദേശം 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഏകദേശം 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാർജ് ആയും കിട്ടും. അത്യാവശ്യം നല്ലൊരു ചാർജിങ് സെറ്റപ്പാണ്. നിങ്ങൾക്ക് രാവിലെ നീറ്റ് പല്ലിച്ച് കുളിച്ച് വരുമ്പോഴേക്ക് ഏകദേശം ഫുൾ ചാർജ് ആയി കിട്ടുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. 67 വാട്ട് ഈസ് മോർ ദാൻ എനഫ്. 120 വാട്ടോ 240 വാട്ടോ ഒന്നും വേണമെന്നില്ല. ഇപ്പോൾ 20,000 രൂപയ്ക്ക് നമുക്ക് 67 കിട്ടുന്നുണ്ട്. അത് നല്ലതാണ്, കാരണം അതൊരു സ്വീറ്റ് സ്പോട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഓവറും അല്ല, എന്നാൽ അധികം കുറഞ്ഞു പോയിട്ടുമില്ല. ഇനി Android 14 ആണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Android 14 ആണ് വരുന്നത്. Realme UI 5.0, 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, കുഴപ്പമില്ല. ആൻഡ് നിങ്ങൾക്ക് ബ്ലോട്ട്വെയർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്യാവശ്യമുണ്ട്. ആഡ് ഉണ്ടോയെന്ന് വെച്ചാൽ അത്യാവശ്യമുണ്ട്. നമ്മുടെ ബ്രൗസർ, പിന്നെ അവരുടെ ആപ്പ് സ്റ്റോർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, വെറുപ്പിക്കലെല്ലാം വരുന്നുണ്ട്. സോ അതൊക്കെ എടുത്ത് കളഞ്ഞാൽ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസിൽ ഉപയോഗിക്കാം. ഇനി ക്യാമറയെ കുറിച്ച് അറ്റ് ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് അവർ പറയുന്നത്. 50 മെഗാപിക്സലിൻ്റെ സോണി LYT600 എന്ന് പറയുന്ന ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നെ ആർക്കും വേണ്ടാത്ത 2MP ഒരു മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് OIS സ്റ്റെബിലിറ്റിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p 60 FPS-ലും, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 4K 30 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. 1080p 60 FPS സ്റ്റെബിലൈസ്ഡ് വീഡിയോ അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. ആൻഡ് നൈറ്റ് മോഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എക്സ്പോഷറിൻ്റെ ആ ഒരു സംഭവം കുറച്ചും കൂടി നല്ല രീതിയിൽ എടുക്കാൻ സഹായിക്കുമല്ലോ OIS. അപ്പം അതുകൊണ്ട് തന്നെ നൈറ്റ് മോഡും കുറച്ചും കൂടി നല്ലതാണ്. പോർട്രേറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രൈമറി ക്യാമറ സോണിയുടെ സെൻസർ ആയതുകൊണ്ടും കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ ഒപ്റ്റിമൈസ് ചെയ്തത് കൊണ്ടും ആയിരിക്കാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഐ പ്ലീസിങ് ഷോട്ട്സ് വരുന്നുണ്ട്. സോ റിയൽമി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് തീർച്ചയായിട്ടും, വലിയ കുഴപ്പമൊന്നുമില്ല. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ, 1080p 30 FPS മാത്രമാണ് സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. സെൽഫി വീഡിയോനെ കുറിച്ച് അധികം പൊക്കി പറയാനൊന്നും ഇല്ലെങ്കിലും പക്ഷേ സെൽഫി ഫോട്ടോസ് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ 2x ലോസ്ലെസ് സൂം വരുന്നുണ്ട്, അതായത് ഡിജിറ്റൽ സൂമാണ് സംഭവം. 50 മെഗാപിക്സലിൻ്റെ ആ ഒരു ക്രോപ്പിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഷോട്ട്സ് കിട്ടുന്നുണ്ട്. അൾട്രാ വൈഡ് ഒരു ആവറേജ് രീതിയിലുള്ള പെർഫോമൻസ് ആണ് തരുന്നത്. ആൻഡ് അങ്ങനെയാണ് ഒരു മോർ ദാൻ ആവറേജ് ക്യാമറ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറയാം എന്നുള്ള രീതിയിലൊരു കുഴപ്പമില്ലാതെ മാത്രമല്ല, അത്യാവശ്യം നല്ല സെൻസർ OIS കൊടുത്തതുകൊണ്ട് തന്നെ സെൻസർ OIS ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ക്യാമറ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ലാസ്റ്റിലേക്ക് ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്യാമറ വേണം, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ലാഗും പരിപാടിയൊന്നും ഇല്ലാത്ത സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കിട്ടും. വെറുപ്പിക്കലുണ്ടാകും, പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ മൾട്ടിമീഡിയ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഡിസ്പ്ലേ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ഒരു തരക്കേടില്ലാത്ത ഗെയിമിംഗ് പെർഫോമൻസ്, ഡേ ടു ഡേ ടാസ്ക് ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, നല്ല വൃത്തിക്ക് പോകും. പക്ഷേ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് ഇതിനൊരിക്കലും കണക്കാക്കരുത്. 20,000 രൂപയ്ക്ക് ഗെയിമിംഗ് ഫോൺ വേറെ ഉണ്ട്, അത് കൺസിഡർ ചെയ്യാൻ നോക്കുക. ഇതൊരു കുറച്ച് ഓൾറൗണ്ട് സെൻട്രിക് അല്ലെങ്കിൽ ഓൾറൗണ്ട് ആയിട്ട് നമുക്ക് എല്ലാം കൂടി കിട്ടും, അത്യാവശ്യം ക്യാമറയും കൂടി കിട്ടും എന്നുള്ള രീതിയിൽ അവർ ചെയ്തിരിക്കുന്നൊരു ഫോണാണ്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പലവരും പലതായിരിക്കും പറയുന്നത്, പക്ഷേ എനിക്കെന്തോ ഇത് റെക്കമെൻഡ് ചെയ്യാൻ തോന്നി. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ടറി ഓഫറിന് 21,000-ന് ഞാൻ എടുക്കണമെന്ന് പറയില്ല, പക്ഷേ എടുക്കുകയാണെങ്കിൽ 256 ഓഫറിന് എടുക്കാൻ ശ്രമിക്കുക. 20,000-ന് കിട്ടിയാൽ പക്കയാണ്. 128 ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ മതിയായെന്ന് വരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ബെല്ലൈക്കനോടത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.